ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് +1 എക്കണോമിക്സിലെ ഇന്ത്യൻ എക്കോണമി 1990 എന്ന അധ്യായത്തിലെ എക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ്. ദ എക്കണോമിക് സിസ്റ്റം ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 3: ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സ്ഡ് എക്കോണമി. ക്യാപിറ്റലിസം എന്ന് വെച്ചാൽ മുതലാളിത്തം, സോഷ്യലിസത്തിന് നമുക്ക് സോഷ്യലിസം തന്നെയാണ് പറയുന്നത്, മിക്സ്ഡ് എക്കോണമിയെ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നുമാണ് പറയുന്നത്. ഈ 3 എക്കണോമിക് സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുന്നതിന് മുമ്പ് ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സൊസൈറ്റി നേരിടുന്ന 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. Every society has to answer 3 questions. What goods and services should be produced in the country? അതായത് ഒരു രാജ്യത്ത് ഏത് തരത്തിലുള്ള സാധനവും സേവനവുമാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഷുഡ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ബി പ്രൊഡ്യൂസ്ഡ്? എങ്ങനെയാണ് ഈ ഗുഡ്സ് ആൻഡ് സർവീസസ്, അതായത് സാധനവും സേവനവും എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്? ഷുഡ് പ്രൊഡ്യൂസേഴ്സ് യൂസ് മോർ ലേബർ ഓർ മോർ ക്യാപിറ്റൽ ഫോർ പ്രൊഡ്യൂസിങ് തിങ്സ്? അപ്പോൾ പ്രൊഡ്യൂസർ, അതായത് ഉൽപ്പാദകർ ഉൽപ്പാദനത്തിന് കൂടുതൽ തൊഴിലാളികളെയാണോ അതുപോലെ തന്നെ കൂടുതൽ മൂലധനത്തിനെയാണോ ഉപയോഗിക്കേണ്ടത്? തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ഷുഡ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമോങ് പീപ്പിൾ? അതായത് നമ്മൾ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രം പോരല്ലോ, അത് ജനങ്ങളിലേക്ക് എത്തിക്കും കൂടെ ചെയ്യണ്ടേ. അപ്പോൾ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളും സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്? ഇതാണ് പ്രധാനപ്പെട്ട 3 ചോദ്യങ്ങൾ. ഇതിന് വേണമെങ്കിൽ നമുക്ക് വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൗ ടു പ്രൊഡ്യൂസ്, ഹൗ ടു ഡിസ്ട്രിബ്യൂട്ട് വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് എന്ന് ചുരുക്കി വേണമെങ്കിൽ പറയാം. അതായത് എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ വിതരണം ചെയ്യണം. ഇനി നമുക്ക് സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് കൂടുതൽ നോക്കാം. ഒന്നാമത്തതാണ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി അഥവാ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. വൺ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ ഈസ് ടു ഡിപ്പെൻഡ് ഓൺ മാർക്കറ്റ് ഫോഴ്സസ് ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ഇവിടെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം എന്നത് മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള, അതായത് കമ്പോള ശക്തികളായിട്ടുള്ള ഡിമാൻഡിനെയും സപ്ലൈനെയും, അതായത് ചോദനത്തിനെയും പ്രധാനത്തിനെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇൻ മാർക്കറ്റ് എക്കോണമി, ഓൾസോ കോൾഡ് ക്യാപിറ്റലിസം, ഓൺലി ദോസ് കൺസ്യൂമർ ഗുഡ്സ് വിൽ ബി പ്രൊഡ്യൂസ് ദാറ്റ് ആർ ഡിമാൻഡഡ്. ഒരു മാർക്കറ്റ് എക്കോണമിയിൽ, അതായത് മാർക്കറ്റ് എക്കോണമി തന്നെയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, അതിൽ ജനങ്ങൾ എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അതുമാത്രമാണ് ഉൽപ്പാദിപ്പിക്കുക. നമുക്കറിയാം, ഡിമാൻഡ് എന്ന് വെച്ചിട്ട് ചോദനമാണ്. സാധനങ്ങൾ സേവനങ്ങൾ വാങ്ങാനുള്ള ഒരു ഉപഭോക്താവിൻ്റെ ഡിസയറും അതുപോലെ തന്നെ അവയ്ക്ക് പേ ചെയ്യാനുള്ള ഉപഭോക്താവിൻ്റെ സന്നദ്ധതയുമാണ് നമ്മൾ ഡിമാൻഡ് എന്ന് പറയുന്നത്. സപ്ലൈ എന്ന് വെച്ചാൽ നമുക്കറിയാം, ഉപഭോക്താവിന് ലഭ്യമായിട്ടുള്ള മൊത്ത സാധന സേവനങ്ങളുടെ അളവിനെയാണ് നമ്മൾ സപ്ലൈ അഥവാ പ്രധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ അഥവാ മാർക്കറ്റ് എക്കോണമിയിൽ മാർക്കറ്റ് ആണ്, വിപണിയാണ് കേന്ദ്ര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത്. അതെങ്ങനെയാണ്? മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡിനെയും സപ്ലൈയും ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ കേന്ദ്ര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത്. The goods that can be sold profitably either in domestic or in the foreign market. അപ്പോൾ ഇവിടെ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ ലാഭകരമായിട്ടുള്ള രീതിയിൽ ഒന്നെങ്കിൽ പ്രാദേശിക വിപണിയിലോ അല്ലെങ്കിൽ വിദേശ വിപണിയിലോ വിൽക്കുന്നു. അപ്പോൾ പ്രധാനമായിട്ടും മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് അഥവാ ലാഭം തന്നെയാണ്. ഇവിടെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ ഉൽപാദനം നടത്താൻ മാത്രമായിരിക്കും ഉൽപാദകർ ശ്രദ്ധിക്കുകയുള്ളൂ. If cars in demand, cars will be produced, and if bicycles are in demand, bicycle will be produced. അതായത് ഇപ്പോൾ ഒരു എക്കോണമിയിൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ കാറിനാണ് ഡിമാൻഡ് കൂടുന്നതെങ്കിൽ കാറായിരിക്കും ആ എക്കോണമിയിൽ കൂടുതൽ നിർമ്മിക്കുക. അതുപോലെ തന്നെ സൈക്കിളിനാണ് കൂടുതൽ ഡിമാൻഡ് എങ്കിൽ സൈക്കിളായിരിക്കും കൂടുതൽ നിർമ്മിക്കുക. അപ്പോൾ ഒരു എക്കോണമിയിൽ എന്തിനാണോ ഡിമാൻഡ് അതിനനുസരിച്ചിട്ടായിരിക്കും ഒരു സാധനം നിർമ്മിക്കുന്നതും അതുപോലെ തന്നെ വിതരണം ചെയ്യപ്പെടുന്നതും.
ഇഫ് ലേബർ ഈസ് ചീപ്പർ ദാൻ ക്യാപിറ്റൽ മോർ ലേബർ ഇൻറ്റൻസീവ് മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ വിൽ ബി യൂസ്ഡ്. അപ്പോൾ ഉൽപ്പാദനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇപ്പോൾ മൂലധനം ലഭിക്കുന്നതിനേക്കാളും കുറഞ്ഞ രീതിയിൽ നമുക്ക് തൊഴിലാളികളെ ലഭിക്കുന്നതെങ്കിൽ ലേബറിനെ ആയിരിക്കും കൂടുതൽ, അതായത് തൊഴിലാളികളെ ആയിരിക്കും കൂടുതൽ ഉൽപാദനത്തിന് പങ്കെടുപ്പിക്കുക. അതിനെ ലേബർ ഇൻറ്റൻസീവ് മെത്തേഡ് എന്നാണ് പറയുക, അതായത് തൊഴിൽ തീവ്ര രീതി. നേരെ മറിച്ച് നമ്മൾ ക്യാപിറ്റൽ അഥവാ മൂലധനത്തിനെയാണ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ അതിനെ മൂലധന തീവ്ര രീതി അഥവാ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡ് ഓർ ടെക്നിക് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു മാർക്കറ്റ് എക്കോണമിയിൽ ജനങ്ങളുടെ വാങ്ങിക്കാനുള്ള, അതായത് ഒരു സാധനവും സേവനവും ജനങ്ങൾക്ക് വാങ്ങിക്കാനുള്ള അവരുടെ ശേഷിക്കനുസരിച്ചാണ് സാധനങ്ങളും സേവനങ്ങളും വിതരണവും ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് എക്കോണമിയാണ്. ഈ സോഷ്യലിസ്റ്റ് സൊസൈറ്റി ആൻസർ ദ 3 ക്വസ്റ്റ്യൻസ് ഇൻ ടോട്ടലി ഡിഫറെൻറ്റ് മാനർ. ഇപ്പോൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത 3 ചോദ്യങ്ങളെയും വ്യത്യസ്ത രീതിയിൽ സമീപിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. ഇൻ സോഷ്യലിസ്റ്റ് സൊസൈറ്റി ദ ഗവൺമെൻറ് ഡിസൈഡ് വാട്ട് ഗുഡ്സ് ആർ ടു ബി പ്രൊഡ്യൂസ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ നീഡ്സ് ഓഫ് സൊസൈറ്റി. സമൂഹത്തിൻ്റെ ആവശ്യമനുസരിച്ച് ഏത് ഉൽപ്പന്നം അഥവാ അല്ലെങ്കിൽ സേവനമാണ് ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇവിടെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദനമൊക്കെ നിയന്ത്രിക്കുന്നത് തീർച്ചയായിട്ടും ഗവൺമെൻറ്റാണ്. It assumes that the government knows what is good for the people of the country, and so the desires of individual consumer are not given much importance. അപ്പോൾ ഒരു രാജ്യത്തിലെ ജനങ്ങൾക്ക് എന്താണ് നല്ലത്, എന്താണ് ആവശ്യമെന്ന് ഗവൺമെൻറ്റിന് അറിയാം. ഇവിടെ വ്യക്തിഗതമായിട്ടുള്ള ആഗ്രഹങ്ങൾക്കൊന്നും പ്രാധാന്യം നൽകുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിൽ അല്ലെങ്കിൽ ഓണർഷിപ്പിലായിരിക്കും എല്ലാ ഉൽപ്പാദനോപാധികളും ഇവിടെ ഉണ്ടായിരിക്കുക. എങ്ങനെ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ വിതരണം ചെയ്യണം എന്നിവയൊക്കെ തീരുമാനിക്കുന്നത് ഗവൺമെൻറ്റാണ്. The government decide how goods are to be produced and how they should be distributed. In principle, the distribution under socialism is supposed to be based on what people need and not what they can afford to purchase, unlike under capitalism. അപ്പോൾ ക്യാപിറ്റലിസം പോലെ ജനങ്ങളുടെ ക്രയശേഷി, അതായത് വാങ്ങിക്കാനുള്ള ശേഷിനെ അല്ല ഇത് ആശ്രയിച്ചിരിക്കുന്നത്. സോഷ്യലിസം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് എന്താണ് ആവശ്യം എന്നാണ്, അല്ലാതെ അവർക്കത് വാങ്ങിക്കാൻ ശേഷിയുണ്ടോയെന്നൊന്നും നോക്കുന്നില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഗവൺമെൻറ് കൊടുക്കുന്ന ഫ്രീ ഹെൽത്ത് കെയർ ഒക്കെ ഇതിനൊരു ഉദാഹരണമാണ്. അതുപോലെ തന്നെ സോഷ്യലിസത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് പ്ലാനിങ് എക്കോണമിയിലാണ്. ആ എക്കോണമി എന്ന് പറയുന്നത് പ്ലാനിൻ്റെ ബേസിലായിരിക്കും ഉണ്ടായിരിക്കുക. ഈ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ പിന്തുടരുന്ന രാജ്യങ്ങളാണ് ക്യൂബയും അതുപോലെ തന്നെ ചൈനയും. ഇനി അവസാനത്തെ സമ്പദ് വ്യവസ്ഥയിലെ ഒരു സംവിധാനമാണ് മിക്സ്ഡ് എക്കോണമി അഥവാ മിശ്ര സമ്പദ് വ്യവസ്ഥ. ദ മോസ്റ്റ് എക്കോണമീസ് ആർ മിക്സ്ഡ് എക്കോണമീസ്. That is, government and the market together answer the 3 questions of what to produce, how to produce and how to distribute what is produced. ഇപ്പം ഇന്ന് നിലനിൽക്കുന്ന ഒട്ടുമിക്ക സമ്പദ് വ്യവസ്ഥയും മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഗവൺമെൻറ്റും മാർക്കറ്റും കൂടെ ഒരുമിച്ചാണ് സമ്പദ് വ്യവസ്ഥയിലെ കേന്ദ്ര പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്നത് അഥവാ ഉത്തരം നൽകുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാം. വാട്ട് ടു പ്രൊഡ്യൂസ്, അതായത് എന്ത് ഉൽപ്പാദിപ്പിക്കണം. ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം. ഹൗ ടു ഡിസ്ട്രിബ്യൂട്ട് വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്, അതായത് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ എങ്ങനെ വിതരണം ചെയ്യണം. In a mixed economy, the market will provide whatever the goods and services it can produce well, and the government will produce the essential goods and services which the market fails to do. അപ്പോൾ ഒരു മാർക്കറ്റിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഏതുതരം ഉൽപ്പന്നവും സേവനങ്ങളും ജനങ്ങൾക്ക് നൽകുന്നുണ്ട്. മാർക്കറ്റിന്, അതായത് മാർക്കറ്റ് എക്കോണമിയിൽ, ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയിൽ ഇപ്പോൾ ഒരു മാർക്കറ്റ് അതുപോലെ തന്നെ ഗവൺമെൻറ്റും കൂടെ ഒരുമിച്ചാണല്ലോ ഇവിടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അതായത് പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും ഒരുമിച്ചാണ് നമ്മുടെ മാർക്കറ്റ്, അതായത് എക്കോണമിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൽ നൽകാൻ കഴിയാത്ത അവശ്യ വസ്തുക്കളുടെ സേവനങ്ങളും ഒക്കെ ഗവൺമെൻറ് ആയിരിക്കും നൽകുക. അതായത് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കഴിയാത്തവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യം
അതായത് മാർക്കറ്റിൽ വാങ്ങാൻ കഴിവില്ലാത്തവർക്ക് ആവശ്യമായവയുടെ കാര്യം ഗവൺമെൻറ് നോക്കിക്കോളും. ഇവിടെ പ്ലാനിങ്ങും ഉണ്ട്, അതുപോലെ തന്നെ മാർക്കറ്റ് മെക്കാനിസം ഒരുമിച്ചാണ് ഉള്ളത്. അതായത് സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയെയും മുതലാളിത്ത സമ്പത്ത് വ്യവസ്ഥയെയും നല്ല വശങ്ങൾ മാത്രം ഉൾക്കൊള്ളുകയും ദോഷവശങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് മിക്സ്ഡ് എക്കോണമി നിലനിൽക്കുന്നത്. ഇന്ന് നിലനിൽക്കുന്ന ഒട്ടുമിക്ക സമ്പത്ത് വ്യവസ്ഥയും മിക്സ്ഡ് എക്കോണമിയാണ് പിന്തുടരുന്നത്. അപ്പം നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ളത് 3 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥാ സംവിധാനങ്ങളെയാണ്: ക്യാപിറ്റലിസം, സോഷ്യലിസം, അതുപോലെ തന്നെ മിക്സ്ഡ് എക്കോണമി. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് വിപണിയിലെ കേന്ദ്ര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത്, അതായത് എക്കോണമിയിലെ കേന്ദ്ര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് വിപണിയാണ്, മാർക്കറ്റാണ്. അത് മാർക്കറ്റ് ഫോഴ്സസ് ആയിട്ടുള്ള ഡിമാൻഡും സപ്ലൈയും ഉപയോഗിച്ചുകൊണ്ടാണ്, അതായത് മാർക്കറ്റിൽ എന്തിനാണോ ഡിമാൻഡ് ഉള്ളത് ആ സാധനങ്ങളും സേവനങ്ങളുമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള രീതിയിലായിരിക്കും ഉൽപ്പാദനം നടക്കുന്നത്. ഇതിനെ മാർക്കറ്റ് മെക്കാനിസം എന്നാണ് വിളിക്കുന്നത്. രണ്ടാമത്തേതെന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയാണ്. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ ഗവൺമെൻറ് ആണ് തീരുമാനിക്കുന്നത് എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, അതുപോലെ തന്നെ വിതരണം ചെയ്യേണ്ടതൊക്കെ ഗവൺമെൻറ് ആണ് തീരുമാനിക്കുന്നത്. ഒരു രാജ്യത്തിലെ ജനങ്ങൾക്ക് എന്താണ് നല്ലത്, എന്താണ് ആവശ്യമെന്ന് ഗവൺമെൻറ്റിന് അറിയാം. പ്ലാനിങ്ങിൻ്റെ ബേസിലായിരിക്കും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ക്യാപിറ്റലിസത്തിലുള്ളതുപോലെ ഡിമാൻഡിനും സപ്ലൈനും ആശ്രയിച്ചിട്ടായിരിക്കില്ല. ഗവൺമെൻറ്റിൻ്റെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ തന്നെ വ്യക്തിഗത ആവശ്യങ്ങൾക്കോ ആഗ്രഹങ്ങൾക്കൊന്നും ഇവിടെ പ്രാധാന്യം നൽകുന്നില്ല. പിന്നെ മൂന്നാമത്തേതെന്ന് പറയുന്നത് മിക്സ്ഡ് എക്കോണമിയാണ്. ഇന്ന് നിലനിൽക്കുന്ന ഒട്ടുമിക്ക സമ്പദ് വ്യവസ്ഥയും മിക്സ്ഡ് എക്കോണമിയാണ്. മിക്സ്ഡ് എക്കോണമീനെ കുറിച്ച്, അതായത് മിശ്ര സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ സോഷ്യലിസവും അതുപോലെ തന്നെ ക്യാപിറ്റലിസം കൂടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ള സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. പ്രൈവറ്റ് സെക്ടറിനും പബ്ലിക് സെക്ടറിനും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയും കൂടിയാണ് മിക്സ്ഡ് സമ്പദ് വ്യവസ്ഥ അഥവാ മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇന്ത്യ പിന്തുടരുന്നത് ഒരു മിക്സ്ഡ് എക്കോണമിക് സിസ്റ്റം ആണ്. അതുപോലെ തന്നെ നമ്മുടെ ചൈനീസ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ ക്യൂബൻ ഗവൺമെൻറ്റൊക്കെ പിന്തുടരുന്നത് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുമാണ്. അപ്പോൾ ഇത്രയാണുള്ളത്. താങ്ക് യു.